Hi everyone, this is Abin Say from Evika. അങ്ങനെ നമ്മുടെ iOS 17.4ൻ്റെ പുതിയ ബീറ്റ വന്നിരിക്കുകയാണ്. ബീറ്റ 4 ഈ ഒരു അപ്ഡേഷൻ പുതിയ എല്ലാ iOS 7 സപ്പോർട്ടിംഗ് ഡിവൈസിലും ബീറ്റ പ്രൊഫൈലിലുള്ള കൂട്ടുകാർക്ക് വന്നിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറച്ചധികം പുതിയ ബീറ്റാസും റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ്റെ തുടക്കം നമ്മുടെ ബിൽഡ് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മുടെ ഈ പറഞ്ഞ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും iOS 17.4 21E5209B എന്ന്. ഈ ഒരു ബി എന്ന ആൽഫബറ്റ് എ ആകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് പറയാൻ പറ്റുക. പക്ഷേ ഈ അപ്ഡേറ്റിന് ശേഷം ഇനി RC റിലീസ് ആയിരിക്കുമോ, അതേപോലെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നാണ് റിലീസ് ചെയ്യുന്നതിൻ്റെ ഫുൾ കാര്യങ്ങളും അവസാനം പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയൊരു മോഡേൺ ഫേംവെയർ ലഭിച്ചിട്ടില്ല. സോ ടെക്നിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നോക്കിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ എപ്പോഴും അവരുടെ ഫോണിൽ എടുത്ത് നോക്കുന്ന ഒരു കാര്യമാണ് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. iPhone 15 സീരീസിൽ മാത്രമാണ് നമുക്കത് വന്നിട്ടുള്ളൂ. സാഡ്ലി അതുകൊണ്ട് ഓൾഡ് ഡിവൈസിൽ ഒന്നും ഈ ഒരു ഓപ്ഷൻ ലഭിക്കില്ല. ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ്ങിൽ ഇനി മുതൽ iPhone 15ൽ നമുക്ക് പെർസെൻറ്റേജ് കാണിക്കില്ല. ആദ്യം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പെർസെൻറ്റേജ് ആയിരുന്നു കാണിച്ചുകൊണ്ടെന്ന് വെച്ചാൽ, പക്ഷേ ഇനി മുതൽ അത് നോർമലാണോ അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി ഹെൽത്ത് സർവീസ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. സെയിം ആസ് മാക്. ആ ഒരു ഓപ്ഷൻ നമ്മുടെ iPhone 15 സീരീസിലേക്ക് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതേപോലെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. നേരെ ആപ്പിൾ മ്യൂസിക്കിലേക്ക് പോകാം. ഇവിടെ ഈ പറയുന്ന ഹോം എന്ന ഓപ്ഷനിലേക്ക് ചെന്നിട്ട് ഏറ്റവും താഴത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ റീപ്ലേ 2024 എന്ന് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഈ പറയുന്ന ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഹോം ഓപ്ഷനിൽ താഴത്ത് എടുക്കാൻ പറ്റും. ഈ പറയുന്ന ആപ്പിൾ മ്യൂസിക്കിൻ്റെ റീപ്ലേ 2024 എന്ന് പറയുന്നത് ഓരോ മന്തിൻ്റെയാണ്. കഴിഞ്ഞൊരു കൊല്ലം വരെ നമുക്ക് ഒരു ഇയർലി റീപ്ലേ മാത്രമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ നമുക്ക് മന്ത്ലി റീപ്ലേ ആയിട്ടും ആപ്പിൾ മ്യൂസിക്കിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ആപ്പിൾ മ്യൂസിക്കിൽ ഒരു പുതിയ അപ്ഡേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ. സേ ഫോർ എക്സാമ്പിൾ സ്പോട്ടിഫൈ, അതുപോലെ ആമസോൺ മ്യൂസിക് എന്നിങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കേട്ടിരുന്ന പ്ലേലിസ്റ്റും ഫേവറേറ്റ്സൊക്കെ ആപ്പിൾ മ്യൂസിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സോങ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആപ്പിൾ മ്യൂസിക്കിൻ്റെ ബീറ്റയിൽ ആപ്പിൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനത്തെ ഒരു ഓപ്ഷനും iOS 17.4ൽ അല്ലെങ്കിൽ 5ൽ ആപ്പിളെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ആപ്പിൾ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പുതിയ ഒരു ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഫോം നമ്മുടെ കാർപ്ലേ 2.0ൽ വന്നിട്ടുണ്ട്. ആപ്പിൾ 2.0 ഇപ്പോൾ സെലക്റ്റഡ് ആയ 2-3 കാറുകളിൽ വന്നിട്ടുണ്ട്. പോർഷയും അതേപോലെ ആസ്റ്റോൺ മാർട്ടിനുമാണ് ഇപ്പോൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഫുള്ളായിട്ട് നമുക്ക് റീമാപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഈ പറഞ്ഞ കാർപ്ലേ 2.0ൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇനി മുതൽ ഈ പറഞ്ഞ EUവിൽ സ്പോർട്സ് സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പ്ലാഷ് സ്ക്രീൻ ചോദിക്കുന്നതായിരിക്കും. ആപ്പ് സ്റ്റോർ വുഡ് ലൈക്ക് ടു ഇൻസ്റ്റാൾ ആൻ ആപ്പ് എന്ന്. തൊട്ട് താഴത്ത് വെരിഫൈ ദ ഇൻഫർമേഷൻ ബിഫോർ ഇൻസ്റ്റാളിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പ്ലാഷ് സ്ക്രീൻ നമ്മുടെ EUവിൽ മാത്രമായിട്ട് ഇനി മുതൽ വരാൻ പോകുന്നുണ്ട്. ഇനി ഈ ഒരു iOS 17.4ൻ്റെ ബീറ്റ 2ൽ നിന്ന് എടുത്തു മാറ്റിയിട്ടും ഇപ്പോഴും തിരിച്ചു കൊണ്ടുവരാത്ത കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഈ പറയുന്ന സഫാരിയുടെ ഈ ഒരു മ്യൂസിക് ULR അല്ലെങ്കിൽ ഈ പറയുന്ന സെർച്ച് ULRൻ്റെ ആ ഒരു ടാബിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ആ ഒരു സൈസ് കുറച്ചും കൂടെ ആപ്പിൾ ചെറുതാക്കിയിട്ടുണ്ട്. ആക്ച്വലി കുറച്ച് വലുതായിരുന്നു. ആ ഒരു മാറ്റം ആപ്പിൾ ഈ പറഞ്ഞ ബീറ്റ 4ൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഡൈനാമിക് ആയിട്ടുള്ള ഡിവൈസിൽ സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ ടൈമർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഡൈനാമിക് ഐലൻഡിലേക്ക് ഇടുമ്പോൾ ആ ഒരു ഓപ്ഷൻ പോയിട്ട് ലൈവ് ആക്ടിവേറ്റ് ഡൈനാമിക് ഐലൻഡിൽ കിടക്കുന്നു. പക്ഷേ ബീറ്റ 4 ആയിട്ടും ആ ഒരു ഓപ്ഷൻ ആപ്പിൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള. സോ ആ ഒരു ബഗ് ആപ്പിൾ ഈ പറയുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാനും ചാൻസ് ഉണ്ട്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് എൻ്റെ ഡിവൈസ് പോകുന്നത്. ആസ് ഓഫ് നൗ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് എനിക്ക് ബഗ്ഗോ അതേപോലെ ക്ലട്ടറിങ്ങോ ഫീൽ ചെയ്യുന്നില്ല. ഇനി ഈ ഒരു അപ്ഡേഷന് ശേഷം ഒരു 4-5 ദിവസം യൂസ് ചെയ്താൽ മാത്രമാണ് എവിടേക്കാണ് ബഗ് വരുന്നത്, എവിടേക്കാണ് എനിക്ക് ഈ പറഞ്ഞ സ്റ്റട്ടറിങ് വരുന്നതെന്ന് പറയാൻ പറ്റുന്നത്. അതേപോലെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എന്നാൽ 81% ആണ്. 80 ആകുമ്പോഴത്തേക്കും എൻ്റെ ബാറ്ററി ഓൾമോസ്റ്റ് ഡീഗ്രേഡ് ആവും. അതിനുശേഷം
എനിക്കിവിടെ സർവീസ് എന്നൊരു ഓപ്ഷൻ വന്നു തുടങ്ങും. എൻ്റെ ഫോണിൽ നിന്ന് ആ ഒരു യൂട്ടിലിറ്റി, ബാറ്ററിയുടെ യൂട്ടിലിറ്റി നന്നായിട്ട് കുറയുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പുതിയൊരു ഒഫീഷ്യൽ ബാറ്ററി ഇട്ടാൽ മാത്രം, അല്ലെങ്കിൽ ഒറിജിനൽ ബാറ്ററി ഇട്ടാൽ മാത്രമായിരിക്കും ഈ പറയുന്ന ആ ഒരു പെർഫോമൻസ്, പീക്ക് പെർഫോമൻസ് തിരിച്ചു വരാനുള്ള ചാൻസ് ഉള്ളത്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈമും സ്ക്രീൻ ഓഫ് ടൈമും നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറും 59 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറും 9 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സോഷ്യൽ മീഡിയയും അതേപോലെ സോഷ്യൽ എൻ്റർടൈൻമെൻറ്റ്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബാറ്ററി ഹെൽത്ത് 81 ആയിട്ടും എനിക്ക് 1 ഡേ അല്ലെങ്കിൽ നല്ലൊരു യൂസേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് iOS 17.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആപ്പിൾ കറക്റ്റ് വീക്ക്ലി സൈക്കിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും ഒരു ആർസ് റിലീസായിരിക്കും ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കൊല്ലം iOS 16.4 വന്നപ്പോഴും നമുക്ക് ബീറ്റ 4 കഴിഞ്ഞതിന് ശേഷം ബീറ്റ 5 ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു 17ലും നമുക്ക് ബീറ്റ 5 നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫോർട്ട്നൈറ്റ് വീക്കായിട്ടുള്ള മാർച്ചിൻ്റെ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് iOS 17.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ബീറ്റ 5 വരികയാണെങ്കിൽ നമ്മുടെ മാർച്ചിൻ്റെ സെക്കൻഡ് വീക്കിലായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കുക. ഇനി iOS 17.5ൻ്റെ ബീറ്റ 1 എന്ന് റിലീസാകുമെന്ന് വെച്ചാൽ ആ ഒരു വീക്കിൽ തന്നെ മിക്കവാറും നമുക്ക് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ ഈ പറയുന്ന iOS 17.5ൻ്റെയും ബീറ്റ 1 നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 17.4ൻ്റെ ബീറ്റ 4 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇതേപോലെ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് എബിൻ സേവ്യർ സൈനിങ് ഫ്രം എബിക്ക.